എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ഈ ഭാരതത്തിൻ്റെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഒരു വലിയൊരു പ്രസ്താവന ഇറക്കി. അതെന്താണെന്ന് നിങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ്, അതായത് ഈ 10-29 നിരപരാധികളെ, നിരാലംബരെ ഭീകരവാദികൾ കൂട്ടക്കൊല ചെയ്യുന്നതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആക്രമണം നടക്കും, അത് സർക്കാരിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി കാശ്മീർ സന്ദർശിക്കാതിരുന്നത്. സർക്കാർ മനഃപൂർവ്വം ഇത് ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന വന്നത്. നോക്കൂ, എത്ര നീചവും നിന്ദ്യവുമായ മനസ്ഥിതിയാണ് നമ്മുടെ ഈ ഭാരതത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുള്ളത് എന്നുള്ളതാണ് ഈ ഒരു പ്രസ്താവനയിൽ കൂടി വെളിയിൽ വരുന്നത്. എത്ര നിന്ദ്യമാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ മനസ്ഥിതി. അവർക്ക് കഴിഞ്ഞ 11 വർഷമായിട്ട് അവർക്ക് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് അവർക്കൊരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ ആ ഒരു തീരുമാനത്തെ, ആ വികാരത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള ആ ഒരു സൂചനയാണ് ഈ ഖാർഗെയുടെ ആ ഒരു പ്രസ്താവനയിൽ കൂടി നമ്മൾക്ക് നൽകുന്നത്. കാരണം ഇവരുടെ എല്ലാം ലക്ഷ്യം ഭാരതത്തിൻ്റെ വികസനമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമമല്ല. ഭരണത്തിൽ കയറുക, അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക, അഴിമതി നടത്തിയും ഏതൊക്കെ രീതിയിലും നമ്മുടെ ഖജനാവിനെ കൊള്ളയടിച്ചും നികുതി പണം മോഷ്ടിച്ചും അവർക്ക് നേട്ടമുണ്ടാക്കാം എന്നുള്ള ചിന്ത മാത്രമാണ് കോൺഗ്രസ്സിനുള്ളത്. അങ്ങനെ ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ രാജ്യത്ത് അധികാരത്തിൽ എത്തിയേ കഴിയൂ. BJP ഇരിക്കുമ്പോൾ അവരത് ചെയ്യുന്നില്ല. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ കാണിക്കുന്നില്ല. ഞങ്ങൾ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം നടത്തി ഞങ്ങളെങ്കിലും രക്ഷപ്പെട്ടേനെ. ഈ BJP ഇത്ര ശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അത് സാധിക്കാത്തത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയുമാണ് ഈ പ്രസ്ഥാനത്തിന് ഈ ജനങ്ങൾക്ക് മനസ്സിൽ മോശമായൊരു ചിത്രീകരണം നടത്തി ജനങ്ങളെ അവരിൽ നിന്ന് പിന്മാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം. അത് തന്നെയുമല്ല, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഭാരതത്തിനൊപ്പമാണ് നിൽക്കുന്നത്. അത് തന്നെ ഈ ശക്തമായ ഒരു ഭരണ നേതൃത്വമാണ് ഭാരതത്തിനുള്ളതെന്നും നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ ലോകരാജ്യങ്ങൾ ഒന്നാകെ നമ്മോടൊപ്പം നിൽക്കും. അത്ര ശക്തമായ ഒരു ഭരണ നേതൃത്വമാണ്, പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് എന്നുള്ള ആ ഒരു രൂഢമൂലമായ വിശ്വാസം ജനങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. ഇത് തകർക്കുക, ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഭാരതത്തിനെ മോശമായി ചിത്രീകരിക്കുക, അതായത് ഭരണ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭീകരാക്രമണം നടത്തിയത് എന്ന് ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ മല്ലികാർജുൻ ഖാർഗെ ഇത്തരം ഒരു വ്യാജ പ്രസ്താവന ഇറക്കിയത്. ഈ പ്രസ്താവന മല്ലികാർജുൻ ഖാർഗെയുടെ മാത്രം ചിന്താഗതിയല്ല. മല്ലികാർജുൻ ഖാർഗെ ഏതൊരു കാര്യവും, കോൺഗ്രസിൻ്റെ കാര്യം എന്ത് പറയുന്നതും പ്രവർത്തിക്കുന്നതും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അറിവോടുകൂടിയും അവരുടെ മനസ്സും ആണ് ഖാർഗെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾ വിളിച്ചു പറയുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഈ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, ഈ 3 പേര് ഉൾപ്പെടുന്ന ആ ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായമാണ് മല്ലികാർജുൻ ഖാർഗെ പരസ്യമാക്കിയത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവർ ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? ഭരണത്തിന് വെളിയിലായിട്ട് പോലും ഇന്ത്യക്കെതിരായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയാൽ എപ്പോഴും ഇന്ത്യക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. അത് അമേരിക്കയിലാകട്ടെ എവിടെ പോയാലും ഇന്ത്യക്കെതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണാധികാരികളെ, ഭരണ സംവിധാനത്തെ മോശമായി പറയുക, അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മോശമായി ചിത്രീകരിക്കുക,
ഇതൊക്കെ ചെയ്യുന്നത് ഇന്ത്യ വിരുദ്ധത തന്നെയാണ്. അവരുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയെ ഏത് രീതിയിൽ ഇന്ത്യക്ക് എതിരായിട്ടുള്ള നടപടികൾ എടുപ്പിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ. അത് നമ്മൾ ഈ ഇന്നലെ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനയിൽ കൂടി നമ്മൾ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നമ്മുടെ ഈ രാജ്യത്തിനുണ്ടായ ഈ ദുർഗതിക്കെല്ലാം, ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം വഴിവെച്ചത് ആരാണ്? കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസിൻ്റെ അന്നത്തെ നേതൃത്വമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ നടപടികളാണ് ഇന്ത്യ ഈ തീവ്രവാദം ഉണ്ടാകാൻ കാരണം. ഈ കാശ്മീർ നമ്മളോടൊപ്പം ചേർന്നിട്ട് അന്ന് ചേരാൻ കാരണം പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ച് നല്ലൊരു ഭാഗം പിടിച്ചെടുത്തപ്പോഴാണ് കാശ്മീർ നമ്മളോടൊപ്പം ചേരാൻ തയ്യാറായത്. അങ്ങനെ നമ്മളോടൊപ്പം ചേർന്ന കാശ്മീരിൻ്റെ 1/3 ഭാഗം അന്ന് കാശ്മീർ പിടിച്ചെടുത്തത്. അത് തിരിച്ച് പിടിക്കാൻ നെഹ്റു തയ്യാറായില്ല. ഉടനെ സൈന്യത്തിനെ പിൻവലിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് ഈ തീവ്രവാദത്തിന് വിത്ത് പാകിയത്. അവിടെ നിന്നാണ് നമ്മുടെ കാശ്മീരിൽ ഭീകരവാദം പൊട്ടിമുളച്ചത്. അർത്ഥമാക്കുന്നത് ഈ ഭീകരവാദത്തിന് വിത്ത് പാകിയത് ജവഹർലാൽ നെഹ്റു എന്ന ഈ കോൺഗ്രസ് നേതാവാണ്. അതിനുശേഷം പാകിസ്ഥാനുമായിട്ട് പിന്നീട് യുദ്ധമുണ്ടായി. നമ്മൾ ഇവിടെ റാവൽപിണ്ടി വരെ നമ്മുടെ സൈന്യം മുന്നേറി അതെല്ലാം പിടിച്ചടക്കിയിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അവരുടെ പതിനായിരക്കണക്കിന് സൈനികരെ നമ്മൾ ബന്ദികളാക്കിയിരുന്നു. അവർ കീഴടങ്ങിയാണ് ഉണ്ടായത്. എന്നാൽ നമ്മുടെ ഭൂപ്രദേശമായ പാക് അധീന കാശ്മീർ തിരിച്ച് തരൂ, അതിനുശേഷം ഞങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ള നിങ്ങളുടെ ഭാഗം വിട്ടുതരാം എന്നുള്ള നിലപാട് സ്വീകരിക്കാതെ, നമ്മുടെ ഭൂപ്രദേശം തിരിച്ചു വാങ്ങാതെ, നമ്മൾ അത്രയും ആളും അർത്ഥവും നഷ്ടപ്പെടുത്തി നേടിയെടുത്ത വിജയത്തെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ആ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ അന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പാകിസ്ഥാന് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. അത് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്നു. നെഹ്റുവിൻ്റെ മകളാണ്. എന്തായാലും അച്ഛനും മകളും ഒരേ നയസമീപനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമുക്കറിയാം. പാകിസ്ഥാനോട് ഒരു അനുകൂലമായിട്ടുള്ളത് അവരുടെ പരമ്പര തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അവരുടെ നയങ്ങളും ഭിന്നമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മുൻപ് ഈ രണ്ട് കാര്യങ്ങൾ, രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ ആ പ്രവൃത്തികളെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള കോൺഗ്രസ് നേതൃത്വമാണ് ഈ തെറ്റായ പ്രസ്താവനകൾ നടത്തി നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനും ഇകഴ്ത്താനുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എങ്ങനെയും ഇന്ത്യ ഇവിടെ ഒരു യുദ്ധമുണ്ടായി, പാകിസ്ഥാനുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി, ഇന്ത്യ പരാജയപ്പെടണം. ഇന്ത്യ പരാജയപ്പെട്ടാൽ അത് ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. എന്താണ് കണ്ടോ, BJP-യുടെ നേതൃത്വത്തിൽ ഇന്ത്യ യുദ്ധത്തിൽ തോറ്റു, പാകിസ്ഥാന് മുന്നിൽ അടിയറ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ അധികാരത്തിലേറ്റു എന്ന് ജനങ്ങളുടെ മുന്നിൽ ഒരു സന്ദേശം എത്തിച്ചുകൊണ്ട് അധികാരത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം. അവർക്ക് രാജ്യനന്മയല്ല അവരുടെ ലക്ഷ്യം, ഭാരതവാസികളുടെ ക്ഷേമമല്ല അവരുടെ ഉദ്ദേശം. അവർക്ക് അവരുടെ ക്ഷേമം മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത്, നേതാക്കന്മാരുടെ ക്ഷേമം. എങ്ങനെയും അധികാരത്തിൽ തിരിച്ചു വരിക, അതിലൂടെ ജനങ്ങളുടെ നമ്മുടെ ഖജനാവ് കൊള്ളയടിച്ച് അവർക്ക് ധനം സമ്പാദിക്കുക എന്നുള്ള ചിന്ത മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം പല രീതിയിലും ഇവർ വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കോൺഗ്രസ് നേതൃത്വം. അത് ഇപ്പോൾ ഇവർക്ക് തന്നെ ഒരു ഭയമുണ്ട്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽപ്പെട്ട് വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം അവർക്ക് തന്നെ ഉണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരത്തിൽ കോൺഗ്രസ് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കാട്ടുന്നത്, ലോകത്തിൻ്റെ മുന്നിൽ നമ്മളെ
മോശക്കാരാക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ ജനങ്ങൾ തിരിച്ചറിയണം. ഈ മല്ലികാർജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ സോണിയയോ അല്ലെങ്കിൽ KC വേണുഗോപാലോ ഇതുപോലുള്ള നേതാക്കന്മാർ പറയുന്നതല്ല യഥാർത്ഥ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിയുക. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കയറാം എന്നുള്ള, അതായത് ഈ ഭീകരവാദം എന്നുള്ള കോൺഗ്രസ് വിത്ത് പാകി മുളപ്പിച്ച് വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ ഭീകരവാദം എന്ന ആ ഒരു എന്താണ് അതിനെ പറയുന്നത്, ആ രോഗത്തിൽ നിന്നും, ക്യാൻസറസ് ആയിട്ടുള്ള ആ ഭീകരവാദം എന്ന രോഗത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മുക്തമാക്കുന്നതിനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.